ഒല്ലൂർ സമൃദ്ധി ഓണാഘോഷം സമാപിച്ചു. മത്സര വിജയികൾക്ക് കെ രാജൻ MLA ഉപഹാരം പാരിതോഷികവും. ഒല്ലൂർ മണ്ഡലത്തിലെ ജനകീയ ഓണാഘോഷം ഓണം 2026 സമാപിച്ചു. മണ്ഡലത്തിലെ വാർഡുകളിലും കോർപ്പറേഷൻ ഡിവിഷനുകളിലുമായി 81 ഇടങ്ങളിൽ വാർഡ് മെമ്പർമാരുടെയും കൗൺസിലർമാരുടെയും നേതൃത്വത്തിൽ ജനകീയ പങ്കാളിത്തത്തോടെ പൂക്കളങ്ങൾ ഒരുക്കിയെന്ന് MLA കെ രാജൻ പറഞ്ഞു. ഓഗസ്റ്റ് 21 മുതൽ 27 വരെ ഒല്ലൂർ സമൃദ്ധിയുടെ നേതൃത്വത്തിൽ നടന്ന സാംസ്കാരിക കായിക കലാപരിപാടികൾ വൻ ജനപങ്കാളിത്തത്തോടെ ശ്രദ്ധേയമായി. മണ്ഡലത്തിലെ വിവിധ പഞ്ചായത്തുകളിൽ നടന്ന മത്സരങ്ങൾക്കുള്ള സമ്മാനദാനവും നടന്നു. തിരുവാതിരക്കളിയോടെ സമാപന ചടങ്ങ് കൊടിയിറങ്ങി. ഒല്ലൂർ മണ്ഡലത്തെ കാർഷിക മണ്ഡലം മാത്രമല്ല ഒരു ടൂറിസ്റ്റ് മണ്ഡലം കൂടിയായി മാറ്റിയെടുക്കുവാനാണ് ആഗ്രഹിക്കുന്നതെന്നും സുവോളജിക്കൽ പാർക്ക് തുടങ്ങിയവ ഉൾപ്പെടുത്തി ടൂറിസം സർക്യൂട്ട് രൂപീകരിക്കാനുള്ള ശ്രമത്തിലാണ് എന്നും MLA പറഞ്ഞു. സമാപന സമ്മേളനം ജലവിഭവ വകുപ്പ് മന്ത്രി മോൻസ് ജോസഫ് ഓൺലൈനായി ഉദ്ഘാടനം ചെയ്തു. മാടക്കത്തറ പഞ്ചായത്ത് പ്രസിഡന്റ് സണ്ണി ചെന്നിക്കര, നടത്തറ പഞ്ചായത്ത് പ്രസിഡന്റ് ജോബി ജോസ്, ഒല്ലൂക്കര ബ്ലോക്ക് പ്രസിഡന്റ് ശ്രീവിദ്യ രാജേഷ്, വൈസ് പ്രസിഡന്റ് മാത്യു നൈനാൻ, നടത്തറ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സുകന്യ ബൈജു, ജില്ലാ പഞ്ചായത്ത് മെമ്പർ PS വിനയൻ, കിഴക്കൂട്ട് അനിയന്മാരാർ തുടങ്ങിയവർ പങ്കെടുത്തു. പൂക്കള മത്സരം, വടംവലി, വീരനാട്യം, തിരുവാതിര, സാംസ്കാരിക ഘോഷയാത്ര തുടങ്ങിയ മത്സരങ്ങൾക്കും ഓണാഘോഷങ്ങളുടെ മിഴിവാർന്ന വാർത്താ ചിത്രങ്ങൾ പകർത്തിയ KTM ന്യൂസ് എഡിറ്റർ KT മോഹനനെ കെ രാജൻ MLA ഒല്ലൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റെയും ഉപഹാരം നൽകി ആദരിച്ചു. ബ്ലോക്ക് മെമ്പർ ജെയ്മി ജോർജ് നന്ദി പറഞ്ഞു. കേരള ടൈംസ് മീഡിയ, ഒല്ലൂർ. പ്രിയമുള്ളവരെ, ഒല്ലൂർ മണ്ഡലം കുറെ കൂടി ജനങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ട് നടത്തണം എന്നാണ് സംഘാടക സമിതി തീരുമാനിച്ചത്. പക്ഷെ ഓണത്തിൻ്റെ തിരക്ക്, ഓണം വീടുകളിലും ഗ്രാമങ്ങളിലും വലിയ ആഘോഷമാണ് ഇപ്രാവശ്യം ഉണ്ടായത്, ഓണാഘോഷം. അപ്പം അതിൻ്റെ ഭാഗമായി ക്ലബ്ബുകളിലും മറ്റ് സ്ഥലങ്ങളിലൊക്കെ തന്നെ ഈ ദിവസങ്ങളിൽ ഓണാഘോഷം നന്നായി നടന്നിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മുടെ ടീമുകളിൽ കുറേ കുറവുകളുണ്ടായി, മത്സരങ്ങളിൽ പ്രാതിനിധ്യം കുറഞ്ഞു. പക്ഷേ ഒരു തുടക്കം എന്നുള്ള നിലയ്ക്ക് എന്ന് നോക്കിയാൽ ഏറ്റവും നല്ല രീതിയിൽ തന്നെ ഈ പരിപാടി നമുക്ക് സംഘടിപ്പിക്കാൻ കഴിഞ്ഞു എന്നതാണ് ഈ ഓണാഘോഷത്തിൻ്റെ പ്രത്യേകത. എല്ലാ പഞ്ചായത്തുകളിലും ഗ്രാമത്തിൻ്റെ പടിഞ്ഞാറ് വശമാണ് അത്. എൻ്റെ വീട് പനമുക്ക് എന്ന് പറയുന്ന പോളിടെക്നിക്കിൻ്റെ അവിടെയാണ് എൻ്റെ വീട്. പ്രിയങ്കരനായ നമ്മുടെ MLA രാജനെയും ഞാൻ എൻ്റെ അഭിനന്ദനങ്ങൾ ആദ്യമായി അറിയിക്കട്ടെ. ഈ ഓണം ഇതിനെക്കുറിച്ച് വളരെ ഇതിങ്ങൾക്കുണ്ട്, അതും ഞാൻ ഇപ്പോൾ പറയുന്നില്ല. എന്തായാലും ലോകമുള്ള കാലം വരെ ഈ ഓണം ആഘോഷങ്ങളുണ്ടാവും. അപ്പോൾ ഈ ആഘോഷങ്ങൾ തുറന്ന് വരും തലമുറയ്ക്ക് പറഞ്ഞു ഒരു പുലിക്കളി ലോകപ്രസിദ്ധമായൊരു പുരുഷപൂരത്തെ പോലെ ഉള്ളതാണ്. അപ്പോൾ എല്ലാ ഓണത്തെയും മഹാദേവി നമ്മളെ കാണാൻ വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഭരണം പോലെ നിലനിൽക്കണം. അതിനുവേണ്ടി നമ്മൾ കാണുന്നില്ല ഓണം ഒന്നും കൊണ്ടുള്ളൂ. ഈ കൂട്ടായ്മയോ നമ്മൾ ഈ ഓണത്തിന് മാത്രമല്ല എല്ലാ ദിവസങ്ങളിലും ഈ കൂട്ടായ്മകളുണ്ടായാൽ നമ്മുടെ കേരളത്തിൽ എല്ലാവർക്കും എന്നും ഓണാവും എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിനുവേണ്ടി എല്ലാവരും ഒറ്റയും പ്രവർത്തിക്കണമെന്നും ഈ പരിപാടിയിൽ പങ്കെടുക്കുവാൻ അവസരം തന്ന ഇതിൻ്റെ ഭാരവാഹികളോടും അതുപോലെ ഈ പരിപാടിയിൽ പങ്കെടുത്ത് എല്ലാ കലാകാരന്മാരും കലാകാരോടും എൻ്റെ അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊണ്ടും എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പഠിപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കും. വീട്ടിലുള്ള പഞ്ചായത്ത് മെമ്പർമാർ, ബ്ലോക്ക് പഞ്ചായത്തുകൾ പൂർണ്ണമായും പങ്കാളികളാക്കിക്കൊണ്ട് നാം നടത്തിയ ഒരു ശ്രദ്ധേയമായ ഓണാഘോഷം, ഒല്ലൂർ സമൃദ്ധിയുടെ പേരിൽ ആരംഭിച്ച ഓണാഘോഷം ഇന്നിവിടെ വെച്ച് ഔപചാരികമായി കേരളത്തിൻ്റെ ആരാധ്യയായ ഡെപ്യൂട്ടി സ്പീക്കർ അവിടെ പ്രസ്താവിക്കുകയാണ്. 24-ാം തീയതി പുത്തൂരിൽ വെച്ച് ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ യുവജനകായിക രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി കൂടി പങ്കെടുത്തുകൊണ്ടാണ് നമ്മുടെ വടംവലി മത്സരങ്ങൾ നടന്നത്. ഇന്ന് തിരുവാതിരക്കളി മത്സരവും ഇവിടെ സംഘടിപ്പിക്കുക. ഞങ്ങൾ യഥാർത്ഥത്തിൽ ആലോചിക്കുമ്പോൾ വീരനാട്യ മത്സരവും പൂക്കള മത്സരവും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, മത്സരത്തിന് വേണ്ടിയല്ല. പക്ഷേ ജാതി മത രാഷ്ട്രീയ വർണ്ണ വർഗ ലിംഗ രംഗത്ത്, ഒല്ലൂരിൻ്റെ ആരോഗ്യരംഗത്ത്,
എല്ലാം ഇനി സമൃദ്ധിയുടെ പുത്തൻ നാമ്പുകൾ ഉയർന്നു വരും. അടുത്ത ഓണമാകുമ്പോഴേക്ക് ഇത് ഏറ്റവും ഗംഭീരമായ ഒരു ജനകീയ അവതരണമായി കൂടുതൽ പങ്കാളിത്തത്തോടെ അവതരിപ്പിക്കാൻ പറ്റും. കൂടുതലിടങ്ങളിൽ നമുക്ക് ഒരുമിച്ചിരിക്കാവുന്ന സൗഹൃദാന്തരീക്ഷങ്ങൾ ഉണ്ടാകണം. ഓരോ ചെറിയ കാര്യത്തിനും സംസാരിക്കുന്നവൻ്റെ വാക്കോ നോക്കോ രാഷ്ട്രീയമോ നോക്കി പരസ്പരം വെറിപൂണ്ട ഒരു ചിന്തയ്ക്കപ്പുറത്ത് നമുക്കെല്ലാവർക്കും കൂടിയിരിക്കാവുന്ന സമത്വസുന്ദരമായിട്ടുള്ള ജനാധിപത്യത്തിൻ്റെ സൗന്ദര്യത്തെ ഉൾക്കൊള്ളാൻ പറ്റുന്നൊരു കാലത്തിന് വേണ്ടി നിലകൊള്ളുക എന്നുള്ളതാണ് നാട് നമ്മളെ ഏൽപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യം. അതിനുവേണ്ടി ഒട്ടേറെ ഇടങ്ങൾ ഇത്തവണ ഒല്ലൂരിൻ്റെ ലിറ്ററേച്ചർ ഫെസ്റ്റ് ഉൾപ്പെടെ നമുക്ക് കൂടിയിരിക്കാൻ പറ്റുന്ന ഒട്ടേറെ ഇടങ്ങൾ ഒല്ലൂർ സമൃദ്ധിയുടെ ഭാഗമായിട്ടുണ്ടാകും എന്ന് ഈ അവസരത്തിൽ ഓർമ്മിപ്പിക്കാൻ വേണ്ടി ഞാൻ ആഘോഷിക്കുകയാണ്. നാം ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനായി മാറാനുള്ള തയ്യാറെടുപ്പിലാണ്. നമ്മുടെ ചിയാരം വാക്കിംഗ് സ്ട്രീറ്റും നമ്മുടെ സുവോളജിക്കൽ പാർക്കും നമ്മുടെ പുത്തൂർ കായലും വല്ലൂർ കുത്തും പീച്ചി ഡാമും ഒരപ്പംകെട്ടും KFRയും അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയും കച്ചിത്തോട് ഡാമും എല്ലാം ചേരുന്ന ഒരു ടൂറിസ്റ്റ് ഇടനാഴി ഒല്ലൂർ മണ്ഡലത്തിന് മാത്രമായി രൂപീകരിക്കപ്പെടാനുള്ള അതിശക്തമായിട്ടുള്ള പരിശ്രമങ്ങളുടെ പ്രാന്താവിലാണ് നാം. നമ്മുടെ മണ്ഡലം കാർഷിക മണ്ഡലം മാത്രമല്ല, നഗരമണ്ഡലം മാത്രമല്ല, അതൊരു ടൂറിസ്റ്റ് മണ്ഡലം കൂടി ആയി മാറണം എന്നാണ് നാം ആഗ്രഹിക്കുന്നത്. അതിൻ്റെ ഭാഗമായി മാടക്കത്തറയായതുകൊണ്ട് ഞാൻ പ്രത്യേകം സൂചിപ്പിക്കട്ടെ, 2027 മുതൽ മാടക്കത്തറയിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് നാം കച്ചിത്തോട് ഫെസ്റ്റ് എന്ന ഏറ്റവും ശ്രദ്ധേയമായ പദ്ധതിക്ക് 2027 തുടക്കം കുറിക്കും. അതുവഴി ഒരു ഡെസ്റ്റിനേഷനായി കച്ചിത്തോടിനെ മാറ്റാൻ വേണ്ടിയുള്ള ശ്രമം കൂടി നടത്തുകയാണ്. ബഹുമാനപ്പെട്ട ജലവിഭവ വകുപ്പ് മന്ത്രിയാണ് ഇന്ന് ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യേണ്ടത്. നേരിട്ടെത്താം എന്ന് അദ്ദേഹം എന്നോടും സന്നിയോടും നേരിട്ട് ഉറപ്പ് നൽകിയതാണ്. പക്ഷേ മലയാളത്തിൻ്റെ വിപ്ലവ ഗായിക PK മേദിനി ചേച്ചിക്ക് ഒരു വീട് ഇന്ന് കൈമാറുകയാണ്. അതിൻ്റെ പൂർണ്ണമായി ഇവിടെ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. നമ്പർ 2 സ്കൂൾ തല പൂക്കള മത്സരം. അടുത്തതായി വാർഡ് രണ്ടാം സമ്മാനം 10,000 രൂപ ക്യാഷ് പ്രൈസും ട്രോഫിയും 10 ലക്ഷം രൂപ MLA ഫണ്ടും കരസ്ഥമാക്കിയ പുത്തൂർ പഞ്ചായത്തിലെ തന്നെ വാർഡ് 14 97 വാർഡ് 21 പുത്തൂർ പഞ്ചായത്തിൻ്റെ വാർഡ് 21 വീരനാട്യ മത്സരത്തിന് നടത്തറ പഞ്ചായത്തിൽ വെച്ച് നടന്ന വീരനാട്യ മത്സരത്തിൻ്റെ സമ്മാനദാനമാണ്. സമ്മാനാർഹരായ രണ്ടാം സമ്മാനം മൂന്നാം പുരുഷന്മാരിൽ രണ്ടാം സ്ഥാനം നേടിയ മൈത്രി മണ്ണൂർ. വനിതകളുടെ വടമുടി രണ്ടാം സ്ഥാനം മൈത്രി ഒല്ലൂക്കര ബ്ലോക്ക് പ്രസിഡന്റും ബ്ലോക്ക് എന്താ ശബ്ദം ഉണ്ടാക്കുക?
പ്രസന്നം വിഘ്നേശ്വരം നൗമി സദാ പ്രസന്നം.
മംഗള